ഫുട്ബോളിൽ ഖത്തറിന് ചരിത്ര വിജയം. ശക്തരായ ജപ്പാനെ പരാജയപ്പെടുത്തിയത് 1-3 ഗോളുകൾക്ക്. ആദ്യമായാണ് ഖത്തർ ഏഷ്യ കപ്പ് നേടുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ സൗമേഷ് ചേരുന്നുണ്ട്. സൗമേഷ്, വിവരങ്ങൾ. ഉന്മേഷ്, ചരിത്രത്തിൽ ആദ്യമായി ഖത്തർ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായിരിക്കുന്നു. 10 തവണ ഇതിനു മുൻപ് കളിച്ചപ്പോൾ നേടാൻ സാധിക്കാത്തത് ആദ്യമായി ജപ്പാനെ കീഴടക്കിക്കൊണ്ട് 4 തവണ ചാമ്പ്യന്മാരായ കരുത്തരായ ജപ്പാനെ കീഴടക്കിക്കൊണ്ട് ഖത്തർ നേടിയിരിക്കുന്നു. 3-1 എന്ന സ്കോർ ലൈനിലാണ് ഖത്തർ ആദ്യമായി ഏഷ്യൻ കപ്പ് നേടിയിരിക്കുന്നത്. അൽമോസ് ഒപ്പം തന്നെ അബ്ദുൽ അസീസ് ഖദീം, അക്രം അഫീഫ് എന്നിവരാണ് സ്കോറർമാർ. 12-ാം മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ ഖത്തർ നേടുകയുണ്ടായി. ആ ആദ്യ ഗോളിന് ശേഷം 27-ാം മിനിറ്റിൽ ഹത്തീമിലൂടെ 2ാം ഗോൾ നേടി. ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ 2-0 എന്ന നിലയിലായിരുന്നു ഖത്തർ. ആദ്യ പകുതി പൂർണ്ണമായും ഖത്തറിന്റെ കൈവശമായിരുന്നു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ഈ മത്സരം തുടങ്ങും മുമ്പ് കഴിഞ്ഞ 6 കളിയിലും ഏകപക്ഷീയമായി ജയിച്ചിരുന്ന ഖത്തർ ഒരുപക്ഷെ ജപ്പാനിന് മുന്നിൽ വരുമ്പോൾ ഫൈനലിൽ കാലിടും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. നമുക്കറിയാം, ജപ്പാൻ കരുത്തരായ ടീമാണ്. അതുകൊണ്ട് തന്നെ ജപ്പാന് മുന്നിൽ കാലിടറും എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അതിനെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട്, ആ പ്രവചനങ്ങളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ആദ്യ പകുതിയിൽ ഖത്തർ 2-0 മുന്നിലെത്തിയത്. എന്നാൽ 2ാം പകുതിയിൽ ജപ്പാൻ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 2ാം പകുതിയിൽ ജപ്പാൻ 68-ാം മിനിറ്റിൽ മിനിമോനോയിലൂടെ ഒരു ഗോൾ മടക്കുകയുണ്ടായി. ആ ഒരു ഗോൾ മടക്കിയതിലൂടെ ജപ്പാൻ കൂടുതൽ കരുത്താർജിച്ചു. ഒരുപക്ഷെ സമനില ഗോൾ ജപ്പാൻ നേടും എന്ന ഘട്ടം എത്തി നിൽക്കുകയാണ്. പലതവണ തോന്നിച്ച ഘട്ടത്തിലാണ് 3ാം ഗോൾ ജപ്പാൻ നേടിയത്. അതൊരു പെനാൽറ്റിയിലൂടെയായിരുന്നു. ഇത് വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനത്തിലൂടെയായിരുന്നു. ഒരു ഹാൻഡ് ബോളിന് ലഭിച്ച കയ്യിൽ തട്ടിയ പന്ത് വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനത്തിലൂടെ റഫറി പെനാൽറ്റി വിധിക്കുകയും ആ പെനാൽറ്റിയുടെ 83-ാം മിനിറ്റിൽ അക്രം അഫീഫ് ഗോളാക്കി മാറ്റുകയും ചെയ്തു. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഖത്തറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിമിഷം എന്ന് തന്നെ പറയാം. ജപ്പാനെ പോലൊരു ടീം 53-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ലോക റാങ്കിങ്ങിൽ 53-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ജപ്പാൻ. 40 സ്ഥാനങ്ങൾക്ക് അകലെ 93-ാം റാങ്കിലാണ് ഖത്തറിന്റെ സ്ഥാനം. കഴിഞ്ഞ വർഷം നടന്ന ലോകകപ്പിന് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. ഒരു യൂറോപ്യൻ ശക്തികളായ പോളണ്ടിനെ അട്ടിമറിച്ച സംഘമാണ് ജപ്പാൻ. ഒപ്പം തന്നെ പ്രീ ക്വാർട്ടറിൽ അവർ കഷ്ടിച്ചാണ്, ഒരുപക്ഷെ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് കഷ്ടിച്ചാണ് അവർ പരാജയപ്പെട്ടത്. 3-2 എന്ന സ്കോറിൽ കരുത്തരായ ബെൽജിയത്തോട് തോറ്റുകൊണ്ടാണ് അവർ മടങ്ങിയത്. അത്രത്തോളം ലോക ഫുട്ബോളിൽ തന്നെ വലിയ രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട ടീമാണ്. 4 തവണ ഏഷ്യൻ കപ്പ് ചാമ്പ്യന്മാരായ ടീമാണ് ജപ്പാൻ. അവരെല്ലാം മറികടന്നുകൊണ്ടാണ് ജപ്പാൻ ഖത്തർ ജയം നേടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ലോക ഫുട്ബോൾ അടക്കം നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പുതിയൊരു ടീം ഉയർന്നു വരികയാണ് ലോകത്തിന്റെ നെറുകയിലേക്ക്. എത്രത്തോളം ഉണർവേകും ഇത് ലോക പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ ഖത്തറിന് ഈ വിജയം? തീർച്ചയായും ഇത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരുപക്ഷെ ഖത്തർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആഭ്യന്തര ഫുട്ബോളിനെ വളർത്തുക എന്നതാണ്, ആഭ്യന്തര ലീഗിനെ വളർത്തുക എന്നതാണ്. സാവി പോലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരനായിരുന്ന ലോകകപ്പ് നേടിയ താരത്തെ കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തെ ആഭ്യന്തര ഫുട്ബോൾ വളർത്തുകയാണ് ഖത്തർ ചെയ്തത്. അതിലൂടെ അവരുടെ ലീഗ് ശക്തിപ്പെട്ടു. ഈ ലീഗ് ശക്തിപ്പെട്ടുകൊണ്ട് അവരുടെ താരങ്ങളെ മുഴുവൻ ആഭ്യന്തര ലീഗിൽ കളിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു ടീമിനെ വളർത്തിയെടുക്കുകയുണ്ടായത്. ജപ്പാൻ എടുത്തു നോക്കുകയാണെങ്കിൽ സ്പാനിഷ് ലീഗിലും ഒപ്പം തന്നെ ജർമ്മൻ ലീഗിലും കളിക്കുന്ന വലിയ തരത്തിൽ യൂറോപ്പിൽ പരിചയമുള്ള താരങ്ങളാണ്. മറിച്ച് ഖത്തർ നോക്കുകയാണെങ്കിൽ അവർ ആഭ്യന്തര ലീഗിൽ കളിക്കുന്ന താരങ്ങളാണ്. ആ ആഭ്യന്തര ലീഗിനെ ശക്തിപ്പെടുത്തിയ ഫലമാണ് ഇത് തന്നെ എന്ന് പൂർണ്ണമായും പറയാം. മറ്റൊരു കാര്യം, അടുത്ത 2022 ലോകകപ്പ് നടക്കാൻ പോകുന്നത് ഖത്തറിലാണ്. പൂർണ്ണമായും അതിന്റെ ഒരു ആവേശവും അതിന്റെ ഒരു കരുത്തും ഖത്തറിനുണ്ട്. പ്രധാനപ്പെട്ടത് ഏതായാലും ചരിത്രം എഴുതുകയാണ് ഖത്തർ. ഏഷ്യ കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഖത്തർ ഇപ്പോൾ കിരീടം അണിഞ്ഞിരിക്കുന്നു. സൗമേഷാണ് വിവരങ്ങൾ നൽകിയത്.